നെൽസന്റെ മുമ്പിൽ തോറ്റ പോണപ്പാട് നെപ്പോളിയന് കൂട്ടിൻ്റെ അകത്ത് കെട്ടിയിട്ട കഴുകിനെ പോലെ ഹെലിന ടീവിൽ കൊണ്ട് ചൂടുപാറയിലിട്ട് 6 ആണ്ടുകൾ വെറും ഒരു പട്ടിയെപ്പോലെ അവൻ പെറുപുറുത്ത് അവിടെ ചെത്ത്. ഫ്രഞ്ച് പട്ടാളക്കാർ അവൻ്റെ ബാഡി എടുത്ത് കുളിച്ചിട്ടിട്ട് ആ കല്ലറയിൽ നെപ്പോളിയന്റെ പേരെഴുതുവാൻ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അടുക്കൽ അനുവാദം ചോദിച്ചപ്പോൾ അവർ പരിഹസിച്ച് പറഞ്ഞ്, ഇങ്ങനെ എഴുതുക, Here is a man lying who has no name. Here is a man lying who has no name. ഇവിടെ ഒരുത്തൻ കിടക്കുന്ന, ഇവന് പേരില്ല. യൂറോപ്യ രാജ്യം പിടിച്ചടക്കിയവൻ ഒരു സെക്കൻഡിൽ പട്ടിയെപ്പോലെ മരിച്ച് കെട്ടിയിട്ട കഴുകിനെ പോലെ നിലവിളിച്ച്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മുമ്പിൽ ഉള്ളത് പരിമിതികൾ മാത്രമാണ്. ആമേൻ. രണ്ടാമത് അവന്റെ മുമ്പിലുള്ള പരിമിതി സഭാപ്രസംഗി 9:12 ദുഷ്ടകാലത്ത് ഗണി അവന് മറഞ്ഞിരിക്കുന്നു. അപകടം എന്ന് വരും, ആക്സിഡന്റ് എപ്പോൾ വരും, അവൻ എത്ര വലിയ ജ്ഞാനിയായാലും ബുദ്ധിജീവിയായാലും ദുഷ്ടകാലത്ത് വരുന്ന ഗണി മനുഷ്യന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദേശത്തിന്റെ മഹാറാണി ആഹാബിന്റെ ഭാര്യ യെസബേൽ കൊട്ടാരത്തിന്റെ മേൽമാളികയിലിരുന്ന് 2 രാജാക്കന്മാർ 9-ാം അധ്യായം 29-ാം വചനത്തിൽ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കി. അതിൻ്റെ അർത്ഥം, ഞാൻ ഇപ്പോഴൊന്നും ചാകാൻ പോകുന്നില്ല, ഇനിയും കുറച്ചു പേരെ വലവീശാനുണ്ട്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കി ഇരിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ മേൽമാളികയിൽ ഒരുത്തൻ പ്രവേശിച്ച്, ആരുമില്ലയോ ഇവിടെ? മേൽമാളികയിൽ നിന്നും മഹാറാണിയെ പിടിച്ച് താഴെ തള്ളി. അവളുടെ ശരീരം പാർട്ടായി ചിതറി തെരുവിൽ വീണ് പതുങ്ങിയിരിക്കുന്ന ദുഷ്ടകാലത്ത് ഗണി ഒരു മനുഷ്യന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത് യോഹന്നാൻ 16-ാം അധ്യായം 12-ാം വചനത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്യും, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. അതിൻ്റെ അർത്ഥം ദിവ്യ രഹസ്യങ്ങളിന്മേൽ മനുഷ്യർക്കുള്ള അറിവില്ലായ്മ, ദിവ്യ രഹസ്യങ്ങൾക്ക് മേൽ മനുഷ്യർക്ക് ഉള്ള അറിവില്ലായ്മ. കഴിഞ്ഞ മാസത്തിൽ കർത്താവ് എന്നെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ടൗൺ ഹാളിൽ 60-ലധികം സഭകൾ ഒന്നടം നടത്തിയ ഒരു മെഗാ ക്രൂസേഡിൽ ഞാൻ പ്രസംഗിച്ച് 3-ാം നാൾ കൂട്ടം കഴിഞ്ഞ് രാത്രിയോട് രാത്രി സുൽത്താൻ ബത്തേരി വിട്ട് കാറിൽ മിന്നൽ വേഗത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് പെട്ടെന്നുള്ള വേഗം കൂടിയ ട്രെയിൻ പിടിച്ച് അതിരാവിലെ വെളുക്കും മുമ്പ് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ ഉദ്ദേശം, എൻ്റെ മകൻ ഉണരും മുമ്പ് ഞാൻ അവൻ്റെ അടുത്തെത്തണം. അവനെ പ്രസവിച്ചത് വൈകുന്നേരം 6:30 മണിയാണ്. ഇന്നും അവന് രാത്രി പകലാണ്. പകൽ സമയം വന്നാൽ അവന് ഉറക്ക രാത്രിയാണ്. അവൻ കിടന്ന് ഉറങ്ങുവാൻ രാത്രി 2 മണി കഴിയും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയാൽ അവന് ശല്യമാകുമോ? ഗേറ്റിൻ്റെ അകത്ത് പോയി പതുക്കെ വാതിൽ തുറന്ന് പതുക്കെ പോയി അവൻ മണത്തെറിഞ്ഞ്. അവന് 11 മാസമേ ആയിട്ടുള്ളൂ. ഡീപ്പ് സ്ലീപ്പായി കിടന്നവൻ, അവൻ്റെ അപ്പൻ വീട്ടിൽ വന്നിട്ട് അവൻ മണത്തെറിഞ്ഞ്, അവൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. അവന് സന്തോഷം കൂടിയാൽ കൂവും. ഒരു കൂക്കവിളി വിളിച്ച് അപ്പോൾ മനസ്സിലായി എൻ്റെ മകൻ ഉണർന്ന്. 11 വയസ്സായ ഒരു കുഞ്ഞിന് തൻ്റെ അപ്പനെ അറിയാം. മനുഷ്യ, നിന്റെ ദൈവത്തെ നീ അറിയാതിരിക്കുന്നത് എന്ത്? മനുഷ്യ, പ്രധാനമന്ത്രി, നിന്റെ ഉണ്ടാക്കിയവനെ നീ അറിയാതിരിക്കുന്നത് എന്ത്?
ദിവ്യ അറിവിന്മേൽ ഒരു പരിമിതി മനുഷ്യന് ഉണ്ട്. ഈ പ്രേയർ ഹാൾ ഉദ്ഘാടനം ചെയ്യുവാൻ ആദ്യം ഞങ്ങൾ കാണാൻ പോയത് ഒരു IAS ഉദ്യോഗസ്ഥനെയാണ്, ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾ പോയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ മേശപ്പുറത്ത് ഒരു മൂലയിൽ 3/4 അടി പൊക്കമുള്ള ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ കണ്ടത്. ഇടയ്ക്കിടെ അയാളെടുത്ത് ഉമ്മ കൊടുക്കും. ചോദിച്ചാൽ പറയും, ഇതാണ് എനിക്ക് ഉന്മേഷം, ഈ സാധനമാണ് എനിക്ക് ഉന്മേഷം. ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട്, ഈ മൂടനെയാണോ വിളിക്കാൻ പോയത്? IAS ആണ്, പക്ഷേ ആത്മീയ കാര്യത്തിൽ മൂടൻ. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദിവ്യ രഹസ്യങ്ങളിന്മേൽ അറിവില്ലായ്മ മനുഷ്യനെ കൊണ്ട് ലിമിറ്റേഷൻ. നീ നിന്റെ ദൈവത്തെ അറിയണം. നിന്റെ ദൈവം മലയിലില്ല, കുന്നിലില്ല, കുരിശടിയിലില്ല, തീർത്ഥാടന കേന്ദ്രത്തിലില്ല, വർക്കീസിലില്ല, അങ്കിളിലില്ല, ആണ്ടിയിലില്ല. നീ കള്ളുകുടി വിട്ട് നിന്റെ ജീവിതം നേരെയായാൽ എന്റെ ദൈവം ഇമ്മാനുവേൽ, അവൻ നിന്നോട് കൂടെ. ദിവ്യ രഹസ്യം നീ അറിയുക. 5ാമത് സഭാപ്രസംഗി 11:5 മനുഷ്യന് ദൈവത്തിന്റെ പ്രവൃത്തികളിന്മേൽ അറിവില്ലായ്മ. ആമേൻ. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും. ഇവൻ ചന്ദ്രന് പോയിട്ടുണ്ടെങ്കിലും, ഇവൻ കൊടുമുടി, എവറസ്റ്റ് കൊടുമുടി പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിലും, ഇവൻ ചൊവ്വായ് ഗ്രഹത്തിൽ കാൽപതിക്കാൻ പോകുന്നു എങ്കിലും, സാധാരണ ജനതാ ജ്ഞാനം ഒരു സ്ത്രീയുടെ ഗർഭത്തിന്റെ ഉള്ളിൽ കുഞ്ഞിന്റെ പല്ലും എല്ലും മുളയ്ക്കുന്നത് എങ്ങനെ എന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യന് അറിഞ്ഞുകൂടാ. ലിറ്റിൽ നോളേജ്. മൈ ബ്രദർ, യുവർ വിസ്ഡം ഈസ് ലിമിറ്റഡ്. പരിമിതികൾ ദൈവം വച്ചിട്ടുണ്ട്. ദിവ്യ പ്രവൃത്തികൾ അറിയുവാൻ പരിമിതികൾ ദൈവം വച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു രോമമും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ മനുഷ്യ നീ എത്ര പികച്ചെടി എടുത്താലും നിനക്ക് കഴിയുകയില്ല. Your wisdom is limited. Your wisdom is limited. ഒരു കോടീശ്വരന്റെ വീട്ടിൽ കല്യാണം നടന്നു. സുന്ദരനായ ചെറുക്കൻ, സുന്ദരിയായ പെൺകുട്ടി. കല്യാണം കഴിച്ചിട്ട് വന്നപ്പോൾ ഈ പയ്യനേക്കാൾ പൊക്കം കുറവ് പെൺകുട്ടി, വളരെ പൊക്കം കുറവ്. അപ്പൊ അമ്മ പറഞ്ഞ്, മോളെ നമുക്ക് സിംഗപ്പൂർ ആസ്പത്രി കൊണ്ടുപോയി ഒരു 4 ഇഞ്ച് കൂടെ പ്ലാസ്റ്റിക് സർജറി നടത്തി പൊക്കം വയ്ക്കാം. അപ്പൊ സിംഗപ്പൂർ ആസ്പത്രിയിൽ കൊണ്ടുപോയി. സിംഗപ്പൂർ ആസ്പത്രിയിൽ കൊണ്ടുപോയി വല്ല വിധേന ഒരു കാലിൽ 3 ഇഞ്ച് പൊക്കം കൂട്ടി. അപ്പൊ മറുകാലിൽ 3 ഇഞ്ച് കൂടിയാലേ ഇത് നേരെ നടക്കാൻ പറ്റത്തുള്ളൂ. ഈ 2 ഇഞ്ച് വെച്ചപ്പോൾ ചെയ്യുന്ന ഡോക്ടർ ചത്ത്. ഒരു ഭാഗത്ത് 3 ഇഞ്ച്, മറുഭാഗത്ത് 2 ഇഞ്ച്. താറാവ് നടക്കുന്നത് പോലെ മരുമോളെ കൊണ്ടുവന്നു. ബൈബിൾ അന്നേ നമ്മെ പഠിപ്പിക്കുന്ന, നിന്റെ പൊക്കത്തിൽ 1 മുളം കൂട്ടുവാനും നിന്നെ കൊണ്ട് കഴിയുകയില്ല. യുവർ വിസ്ഡം ഈസ് ലിമിറ്റഡ് ബ്രദർ. മത്തായി 6:27 നമ്മെ പഠിപ്പിക്കുന്നു, തന്റെ നീളത്തോട് 1 മുളം കൂട്ടുവാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. Your wisdom, a man, it is limited. പക്ഷേ എന്റെ ദൈവമോ 1 യോഹന്നാൻ 3-ാം അധ്യായം 20-ാം വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എന്റെ ദൈവത്തിന് എല്ലാം അറിയാം. അവൻ സർവജ്ഞാനി. ഒരു മനുഷ്യൻ ജനിച്ച് ഈ ഭൂമിയിൽ വീണാൽ ജനനം മുതൽ മരണം വരെ അവന്റെ കാലുകൾ എവിടെയെല്ലാം സഞ്ചരിക്കുമെന്ന് എന്റെ ദൈവത്തിനറിയാം. സങ്കീർത്തനം 139 3, 4, 5 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു.
ഒരു മനുഷ്യൻ ജനിച്ച് ഈ ഭൂമിയിൽ വീണാൽ അവന്റെ നാക്ക് മരണം വരെ എന്തൊക്കെ സംസാരിക്കുമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ പരിമിതികൾ ഇല്ല. എൻ്റെ ദൈവം ജ്ഞാനം നിറഞ്ഞവൻ. ഹല്ലേലൂയ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വചനത്തിലെ ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ. വാ തുറന്ന് പറയുക. സുസുവോ 1,000 ലക്ഷം പേർ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ മുഴക്കം കേൾക്കണം. ക്രിസ്തുവിൽ. പോരാ, കൈകൾ ഉയരട്ടെ. ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായി കിടക്കുന്നു. The Bible says, in Christ hidden treasures of wisdom. ജ്ഞാനം വേണ്ടുന്നവൻ യേശുവിൻ്റെ അടുക്കൽ വരിക. യേശുവിൻ്റെ അടുക്കൽ വരിക. നീ ദൈവപൈതലായി ജീവിച്ചാൽ, ദൈവജനമേ, കർത്താവ് തന്റെ ജ്ഞാനം കൊണ്ട് നിന്നെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കും. ഒരു ശത്രുവിന്റെ മുമ്പിലും നീ തോറ്റുപോവുകയില്ല. നിനക്ക് ജയം നൽകുന്ന ജ്ഞാനം കർത്താവിന്റെ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെയും നിറയ്ക്കും. ഗോലിയാത്ത്, ദാവീദ്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ദാവീദേക്കാൾ 3 ഇരട്ടി പൊക്കമുള്ള ഗോലിയാത്ത്. മാനുഷിക ബുദ്ധിയിൽ ഒരിക്കലും ഗോലിയാത്തിനെ ദാവീദിനാൽ ജയിക്കാൻ കഴിയില്ല. 3 times taller. ഇവനൊരു ചെറുക്കൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവന്റെ ശരീരമൊക്കെയും സജ്ജീകരണം, താമര ശിരസ്ത്രം കൊണ്ടുള്ള സജ്ജീകരണം. തല പൊതിഞ്ഞിരിക്കുന്നു, അവന്റെ ശരീരം പൊതിഞ്ഞിരിക്കുന്നു, അവന്റെ കാലുകൾ പൊതിഞ്ഞിരിക്കുന്നു. അവന്റെ മുമ്പിൽ ഒരു പരിചയക്കാരൻ, അവന്റെ പൊക്കമുണ്ട്. ദാവീദിന് ഒരു സജ്ജീകരണവുമില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാതിൽ തുറന്ന് ജ്ഞാനം ഈ ചെറുപ്പക്കാരൻ ദാവീദിന്റെ ബുദ്ധിയിൽ നിറച്ച് പറഞ്ഞു കൊടുത്തു. മകനെ, മകനെ, അവന്റെ നെറ്റിയെ നോക്കുക, നെറ്റി തുറന്നിരിക്കുന്നു. നിന്റെ മുമ്പിൽ ദൈവ പൈതലേ, ക്രിസ്തുവിൻ്റെ പൈതലേ, ഒരു ശത്രുവിനെ ദൈവം അയക്കുന്നു എങ്കിൽ നീ ജയിക്കുവാൻ, ജയിച്ചവനെ അടക്കുവാൻ ആ യുദ്ധത്തിൽ ഒരു ലൂപ്പോൾ നിനക്ക് വേണ്ടി ദൈവം അവിടെ ഒരുക്കിയിട്ട് ഒരു ശത്രുവിനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിട്ട് കാൽ മടക്കിക്കുന്ന നല്ല ദൈവമാണ് എൻ്റെ ദൈവം. ഒരു ലൂപ്പോൾ അവിടെ കാണും. നീ ചെറിയവനാണ്, നീ ബലഹീനനാണ്, പക്ഷെ നിന്റെ ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുവാൻ ഒരു ലൂപ്പ് ഹോൾ. അതാണ് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ തിറന്ന നെറ്റി. ഇടയ സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് അവൻ്റെ നെറ്റിക്ക് എറിഞ്ഞപ്പോൾ ഗോലിയാത്ത് വീണ്. ആമേൻ. 32 വർഷം സെൻട്രൽ ഗവൺമെൻറ്റിൽ എനിക്ക് സർവീസ് ഉണ്ട്. 3 പ്രാവശ്യം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചില കോമാളി ഉദ്യോഗസ്ഥന്മാർ എന്നെ ഞെരുക്കി. 3 പ്രാവശ്യം, 3 times. ഒന്ന് എൻ്റെ LTC കേസിൽ, 2ാമത് എൻ്റെ ഡ്യൂട്ടി അറേഞ്ച്മെൻറ്റിൽ, 3ാമത് എൻ്റെ മെഡിക്കൽ ലീവിൽ. ഈ 3 പ്രാവശ്യവും ഒരു ലൂപ്പ് ഹോൾ അവിടെ ഇട്ടിട്ടാണ് കർത്താവ് അവരെ കൊണ്ട് എന്നെ ഞെരുക്കുവാൻ അനുവദിച്ചത്. ആ ലൂപ്പ് ഹോൾ എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച് എടുത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോമാളി ഉദ്യോഗസ്ഥന്മാർ എൻ്റെ മുമ്പിൽ തറ പറ്റി. ദൈവത്തിന് മഹത്വം. എൻ്റെ ദൈവം വലിയവൻ. വിശദീകരിക്കുവാൻ സമയമില്ല. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ശത്രുവിനെ തകർക്കുവാൻ ഒരു ലൂപ്പ് ഹോൾ അവൻ്റെ പദ്ധതിയിൽ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ ജ്ഞാനം സദൃശവാക്യം 3:7 നമ്മെ പഠിപ്പിക്കുന്നു.
shun evil and to fear God. പാപം വിട്ട് ദൈവത്തെ ഭയപ്പെടുക. അതാണ് ജ്ഞാനം. நல்லவனே வல்லவனே பொன்னு காண்டனே அல்லல் தீர்க்க என்னும் வந்து சேர்த்திடும் என்னே நல்லவனே வல்லவனே பொன்னு காண்டனே அல்லல் தீர்க்காம் என்னும் வந்து சேர்த்திடும் என்னே துல்லியமில்லாம் மோடத்தோடு வீணகளேண்டி തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ ആമേൻ ഓട് ചേർന്നിരിപ്പ എത്ര മോടമേ യേശുവിനാ എത്ര ഭാഗ്യമേ ആമേൻ യേശുവോട് എത്ര മോടമേ യേശുവിനായി ജീവിക്കുന്ന എന്നീരും എൻ്റെ കഷ്ടം ഇനി മണ്ണിലേ അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ എന്നീരും എൻ്റെ കഷ്ടം ഇനി മണ്ണിലേ അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ അന്നു തൻ്റെ ശുദ്ധരൊട്ട് പാർക്കി അന്നു തൻ്റെ ശുദ്ധരൊട്ട് എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ ആമേൻ യേശുവോട് അഗ്നി 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 യേശുവോട് ചേർന്നിരിപ്പ് അഗ്നി അഗ്നി യേശുവിനായി ജീവിക്കുന്നു ഭാഗ്യമേ അഗ്നി 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 ദിവ്യശക്തി 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 നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക അഗ്നിയിൽ നിറയുക സ്വർഗ്ഗം താണിറങ്ങി വരുന്നു സ്വർഗ്ഗം താണിറങ്ങി വരുന്നു സ്വർഗ്ഗം താണിറങ്ങി വരുന്നു സ്വർഗ്ഗം താണിറങ്ങി വരുന്നു തീ 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 അഭിഷേക ഏറ്റവും വലിയ ജ്ഞാനം ഒരു ദൈവ പൈതൽ മേൽ ദൈവം ചൊരിയുന്ന ഏറ്റവും വലിയ ജ്ഞാനം ഷൻ ഈവിൾ ആൻഡ് ഫിയർ ഗോഡ്. ദുഷ്ടത വെറുക്കുക, ദുഷ്ടത വിടുക, കള്ളുകുടി വിടുക, വേശ്യത്തനം വിടുക, കൈക്കോലി വിടുക, സിനിമാശാല വിടുക, ദുഷ്ടത വിടുക, കള്ളം പറച്ചിൽ വിടുക, ഷാർട്ട് റൂട്ട് വിടുക, എന്റെ ദൈവത്തെ ഭയപ്പെടുക. കണ്ണുകൾ അടയ്ക്കുക. ഇങ്ങനെ ഒരു വിടുതൽ പാപജീവിതം എന്നെ കാർന്ന് തിന്നുന്ന രാജ, അങ്ങനെ ഒരു വിടുതൽ ആഗ്രഹിക്കണ്ടേ മക്കൾ? ഒരു വിശുദ്ധ ജീവിതം, ഹോലി ലൈഫ്. മുട്ടുകുത്തിയോ, ഇരുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നോ, അല്ലെങ്കിൽ അതേ സ്ഥലത്ത് ഇരുന്നോ, എനിക്കൊരു പരിശുദ്ധ ജീവിതം എനിക്ക് വേണം. ഹോലി ലൈഫ്, ഹോലി ലൈഫ്, ഹോലി ലൈഫ്. യേസപ്പാ, അങ്ങയുടെ മക്കളോട് കടാക്ഷിക്കണമേ. യേസപ്പാ, അനീതിയുടെ ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് യേശുവോട് കൂടെ ഉള്ള ഒരു ജീവിതം തരണമേ. നിലവിളിച്ചാട്ടെ, 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 നിലവിളിച്ചാട്ടെ. നിന്റെ നിലവിളിക്ക് സ്വർഗം കനിയുന്നു. നിന്റെ നിലവിളിക്ക് സ്വർഗം കനിയുന്നടാ. നിന്റെ നിലവിളിക്ക് സ്വർഗം ഇപ്പോൾ കനിയുന്നു, ഇപ്പോൾ കനിയുന്നു, ഇപ്പോൾ കനിയുന്നു. ടീ 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 ടീ
തീ തീ നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപം എന്നുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു. ആത്മാവിൽ നിറയുക. നിന്നെ കാർന്ന് തിന്നുന്ന പാപ 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 ആഗ്രഹം ഇപ്പോൾ പൊട്ടുന്നേ, പൊട്ടുന്നേ. ആത്മാവിൽ നിറയുക. അന്യ ഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. റഗാലദന്ധനദബ ലഞ്ജന ശഗാലദന്ധനദബ കൃപ 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 കൃപ. ഉറക്കമില്ലാത്തവരെ കർത്താവ് മോചിക്കുന്നു. എഴുന്നേറ്റ് നടന്ന് നേരം വെളുപ്പിക്കുന്ന അനേകരെ കർത്താവ് തൊടുന്ന് സഭിക്കമാക്കുന്നു. സ്വന്തം വീട്ടിൽ ജീവിക്കാൻ മനസ്സിലാതെ പേടിച്ച് അടുത്ത വീട്ടുകൾ അഭയം പ്രാപിക്കുന്ന അനേകരെ കർത്താവ് തൊടുന്നു. വായിൽ ക്യാൻസർ പുഴുവുമായി ഇട്ടിരിക്കുന്ന 3 വ്യക്തികളെ കർത്താവ് തൊട്ട് സഭിക്കമാക്കുന്നു. ഒരു ചെസ്റ്റ് എടുത്തു മാറ്റി മറു ചെസ്റ്റിലും ക്യാൻസറുമായി ഇട്ടിരിക്കുന്ന സുന്ദരിയായ ഒരു യുവതിയെ ദൈവം തൊട്ട് സഭിക്കമാക്കി കുടുംബ ജീവിതത്തിൽ ഇടാ പ്രവേശിപ്പിക്കുന്നു. 6 അബോർഷൻ കൂടി കടന്നുപോയി മാനസികമായി തകർന്ന് കെട്ടിയിരിക്കുന്ന ഒരു മധ്യവയസ്ക സ്ത്രീയെ കർത്താവ് തൊട്ട് പൊടു ജീവൻ 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 ഇപ്പോൾ നിറയ്ക്കുന്നു. താൻ ചെയ്യാതെ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ലക്ഷങ്ങൾക്ക് ബാധ്യതയുള്ള ഒരു മാതാവിനെ കർത്താവ് ഇതാ തന്റെ നിഷ്കളങ്കത തെളിയിച്ച് ആ കേസിൽ നിന്ന് ദൈവം ജയം നൽകുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ശ്രേഷ്ഠമേറ് നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറ് വീടനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേർ നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറ് വീടനിക്കൊരുക്കിടുന്നവൻ. കൈകളാട്ടി കാട്ടനിട്ട് പാർപ്പിടം തന്നിൽ, കൈകളാട്ടി കാട്ടനിട്ട് പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ. ആമേ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോണമേ, യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ഇരിക്കാം. രണ്ടാമത് 1 തെസ്സലോനിക്കർ 3:10 ഇനി നിങ്ങളുടെ മുഖം കാണാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടു കൂടെ പ്രാർത്ഥിച്ചു പോരുന്നു. പൗലോസിന്റെ വാക്കുകൾ. വിശ്വാസത്തിന്റെ കുറവ്. കൈകൾ ഉയർത്തി കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. You lack in your faith. You lack in your faith. ഇപ്പോഴും അനേകരുടെ ഉള്ളിൽ വലിയ പോരാട്ടമാണ്. ഇയാൾ എപ്പോൾ തീർക്കുമോ, ബസ് കിട്ടുമോ? 12 വയസ്സ് മക്കളില്ലാത്തവൾക്ക് 1 മിനിറ്റ് പ്രാർത്ഥന ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ നിനക്കൊരു ബസ് ദൈവം ഒരുക്കി തരികയില്ലയോ? ഇരിക്കുക, ഇരുന്ന് ശ്രദ്ധിക്കുക. ജ്ഞാനത്തിൽ കുറവ് നിറവാക്കുന്ന ദൈവം. 2 വിശ്വാസത്തിൽ കുറവ്. വിശ്വാസത്തിൽ കുറവ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശു പോയ ദേശത്തിൽ ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശു തൊട്ട് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ കൊണ്ടുവന്നു. അവിടെ പലരുണ്ടായിരുന്നു, പലർക്ക് മക്കളുണ്ടായിരുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത് ചിലരാണ്. ഇവിടെയും അങ്ങനെയാണ്. മക്കളെ പൂട്ടിയിട്ടിട്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്. വെള്ളം കുടിക്കും, ഈ ആണ്ട് വെള്ളം കുടിക്കും. അപ്പനെയും അമ്മയ്ക്കും പ്രാർത്ഥനയ്ക്ക് അയച്ചിട്ട് വീട്ടിൽ ടിവിയും കണ്ട് പൂട്ടിക്കിടക്കുന്ന മക്കൾ ഈ ആണ്ടിൽ വെള്ളം കുടിക്കും. ഞാൻ ദൈവത്തിന്റെ വേലക്കാരൻ. ദൈവ സന്നിധിയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും അനുഗ്രഹമാണ്. ഇത് തീയാണ്. ഇത് പള്ളിയല്ല, പള്ളിയല്ലടോ, തീ. തീ.
ദൈവ സന്നിധിയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ കുറവ് ചിലർ കൊണ്ടുവന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17:32 അരിസ്റ്റോട്ടിൽ, സാക്രട്ടീസ്, പ്ലാട്ടോ നിന്ന് പ്രസംഗിച്ച ഗ്രീസിന്റെ തലസ്ഥാനം ഏഥൻസ് പട്ടണത്തിൽ മാർസ് ഹില്ലിൽ കർത്താവിന്റെ അഗ്നി അപ്പോസ്തലൻ പൗലോസ് നിന്ന് പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തലൻ 17:32 പുനരുദ്ധാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. റിസറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് റിസറക്ഷൻ ഓഫ് ഡാമിനേഷൻ. നിത്യ ജീവനായി ഉള്ള പുനരുദ്ധാനം, നിത്യ ശിക്ഷയ്ക്കായി ഉള്ള ഉയർപ്പ്. ഇത് രണ്ടും പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 17:32 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ചിലർ പരിഹസിച്ചു, വെറും ചിലർ വിശ്വസിച്ചു. പലർക്കും വിശ്വാസമില്ല. മിമിക്രിയിൽ വിശ്വസിക്കുന്നു, നാടകത്തിൽ വിശ്വസിക്കുന്നു, കള്ളിൽ വിശ്വസിക്കുന്നു, ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കുന്ന വിഗ്രഹത്തിൽ വിശ്വസിക്കുന്നു. ആണ്ടാണ്ട് കാലമായി യുഗായുഗമായി കോടി കോടി നക്ഷത്രങ്ങളെ ഉണ്ടാക്കി സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച് കോടാനു കോടി ജനത്തെ നിർമ്മിച്ച് ഒരു അണുകും പെസകാതെ യുഗായുഗമായി തൻ്റെ അത്ഭുത കരത്തിൽ വഹിച്ചു വരുന്ന സത്യ നിത്യ ജീവനുള്ള ദൈവത്തിൽ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്തിന്റെ കുറവ്. They lack in faith. എന്തുകൊണ്ട്? പൗലോസ് തന്നെ വ്യാഖ്യാനിക്കുന്നു. 2 തെസ്സലോനിക്കർ 3:2 വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. പണ്ട് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ കൊണ്ടുപോയി. ആ വീട്ടിൽ ഒരു പഞ്ചായത്തിനുള്ള ജനമുണ്ട്. മക്കള്, മരുമക്കള്, ചെറുമക്കൾ, ഒരു 50 എണ്ണം. പ്രാർത്ഥനയ്ക്ക് വരുന്നത് അമ്മച്ചി മാത്രം. അമ്മച്ചി പറഞ്ഞു, മക്കളെ നീ വന്ന് കാല് ചവിട്ടിയാൽ ഇതൊക്കെ വരുമടോ അവിടെ. അപ്പം ഞാനും പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എടാ സഹോദര, ഒരു അപ്പൂപ്പൻ അടുക്കളയിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. അവൻ തീറ്റി തന്നെ. പ്രാർത്ഥന തുടങ്ങി, പാട്ട് തുടങ്ങി, അവൻ തീറ്റി തന്നെ. ക്രിസ്മസ് സമയമാണ്, സ്റ്റാർ കെട്ടുന്നു. ഒരു ചെറുപ്പക്കാരൻ സ്റ്റാറും ഉയരും. ആ നിൽപ്പ് തന്നെ. ഓരോന്നും അതേ പ്രവർത്തനം. ഒന്നില്ല ഒന്ന് അടുത്ത് മാട്ടു തൊടുവാണ്. അനുഗ്രഹത്തിന് അധിപതിയെ പാടാൻ തുടങ്ങിയപ്പോൾ മാട് എഴുന്നേറ്റ്. മാടിന് അറിയാം, മനുഷ്യന് അറിഞ്ഞുകൂടാ പ്രാർത്ഥനയൊന്ന്. ഇതുപോലെ അനേക വർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ദേശത്തിലുണ്ട്. അതാണ് പൗലോസ് എഴുതുന്നത്. എല്ലാവർക്കും വിശ്വാസമില്ലല്ലോ. ആകയാൽ 1 തിമോത്തിയോസ് 2:7 പൗലോസ് എഴുതുന്നു, ഞാൻ വിശ്വാസം ഉപദേശിപ്പാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. ഫെയ്ത്ത്. എന്താണ് ഈ വിശ്വാസം? യാക്കോബ് ലേഖനം 1:6 നീ ദൈവത്തോട് യാചിക്കുമ്പോൾ സഹോദര സഹോദരി ഒട്ടും സംശയം പാടില്ല മകളെ. ഞങ്ങളുടെ മോനോ വാങ്ങിച്ചു വെച്ച ഫ്രാക്ക് ഇന്നും എൻ്റെ വീട്ടിലുണ്ട്. 20 വർഷത്തിനു മുമ്പ് മോളോ വാങ്ങിച്ചു വെച്ച ഒരു പഴയ തൊട്ടില് ഇന്നും എൻ്റെ വീട്ടിലുണ്ട്. 20 വർഷത്തിനു മുമ്പ്. ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ with no wavering mind, സംശയം കൂടാതെ ചോദിക്കണം. ആമേൻ. മാർക്കോസ് 11:24 നീ ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ when you ask you must think that you have in your hand. നീ ചോദിക്കുമ്പോൾ, നീ യേശുവോട് യാചിക്കുമ്പോൾ നിന്റെ കയ്യിൽ അത് ലഭിച്ചു എന്ന് വേണം ദൈവത്തോട് യാചിക്കുവാൻ. അതിൻ്റെ പേരാണ് നിശ്ചയം, ഷുവർ. എബ്രായർ 11:1
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അഭിഷക്തൻ കാലേബ് ജോഷുവ 14 അധ്യായം 12 വചനത്തില് യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ഒറ്റയ്ക്ക്. 10 പേരാൽ കളിയാട്ടത് ഒരുത്തൻ പറയുന്നു അവർ മല്ലനെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അവരെ ഞാൻ ഓടിച്ചു കളയും. കാരണം God has spoken to me. എന്നോട് അരുളി ചെയ്തത് പഞ്ചായത്ത് മെമ്പർ അല്ല, എൻ്റെ ദൈവമാണ്. അവൻ അരുളി ചെയ്തതുപോലെ ഞാൻ ഇവരെ ഓടിച്ചു കളയും. പലർ പറയും, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. കൂട്ടായ്മയ്ക്ക് വരാൻ പറഞ്ഞാൽ പറയും, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവം അവിടെ ഇരുന്ന് കേൾക്കും. പറ്റത്തില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെങ്കിൽ വചനം കേൾക്കണം. കാലേബ് എഴുതുന്നു, താൻ അരുളി ചെയ്തതുപോലെ, അവൻ സംസാരിച്ചതുപോലെ നമ്മ ഉറപ്പിക്കുന്നത് ഹരികഥയല്ല, മിമിക്രിയല്ല, ഗാനമേളയല്ല, നാടകമല്ല, ദൈവവചനം ആണ്. സങ്കീർത്തനം 119:25 പ്രകാരം, സങ്കീർത്തനം 119:50 പ്രകാരം, ആവർത്തന പുസ്തകം 8 അധ്യായം 3 വചനത്തിൻ പ്രകാരം, 1 യോഹന്നാൻ 1 അധ്യായം 1 പ്രകാരം, ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 4 വചനത്തിൻ പ്രകാരം, മത്തായി സുവിശേഷം 4 അധ്യായം 4 പ്രകാരം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 പ്രകാരം ദൈവവചനത്തിൽ ജീവൻ ഉണ്ട്. നാൾ മുഴുവൻ അധ്വാനിച്ചിട്ടും വെറും വലയായി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പ്രൊഫഷണൽ ഫിഷർമാൻ ആയിട്ടും യോഹന്നാൻ 21:6 വീശുവിൻ എന്ന് കൽപ്പിച്ചപ്പോൾ അത് കേട്ട് അവർ വീശിയപ്പോൾ വല നിറച്ച് ഫലം കിട്ടി. നിശ്ചയം നൽകുന്നത് ദൈവവചനമാണ്. ഒരുത്തൻ്റെ ഉള്ളിൽ വിശ്വാസം ഉരുവാകണമെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1, മർക്കോസ് 9 അധ്യായത്തിൽ ഒരു അപ്പൻ പിശാച് പിടിച്ച തന്റെ മകനുമായി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ശിഷ്യന്മാർ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഇവൻ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിയോട് വന്ന് യേശു ചുരുക്കമായി മറുപടി നൽകുന്നു, ജെന്റിൽമാൻ ബിലീവ്, ജെന്റിൽമാൻ ബിലീവ്, there you will find a miracle. വിശ്വസിക്ക മാത്രം ചെയ്യുക മകനെ. അവൻ പറയുന്നു, വിശ്വസിക്കുന്നു. ഭൂതം എൻ്റെ മകനെ പിടിക്കുമ്പോൾ അവൻ പല്ല് കടിച്ച് തീയിൽ ചാടുന്നു. ഹീസ് മൈ സൺ. പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവിനെ കാണുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് ചെയ്യുന്ന അത്ഭുതം കാണുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഭൂതം വന്ന് പിടിച്ചലയ്ക്കുന്നത് എൻ്റെ മകനെയാണ്. When I see him, when I see his piety, unbelief engulfs me. എൻ്റെ മകൻ ഭൂതം പിടിച്ച് നിലവിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്നത് അവിശ്വാസമാണ്. മാസ്റ്റർ, ഹെൽപ്പ് മൈ അൺബിലീഫ്. എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. ഏറ്റു പറയുക, ഐ എം നോട്ട് എ ഗ്രേറ്റ് ബിലീവർ. ഹെൽപ്പ് മൈ അൺബിലീഫ്. എൻ്റെ അവിശ്വാസത്തെ താങ്ങണമേ. 1. രണ്ടാമത്, നിന്റെ ഉള്ളു തുറന്ന് സഹോദര സഹോദരി, എബ്രായർ 12 2 വചനത്തിൽ യേശു വിശ്വാസത്തിന്റെ നായകൻ, വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവൻ. ആമേൻ. The author and the finisher of faith. Accept him. നിന്റെ ഉള്ളിൽ അവനെ സ്വീകരിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 3 കൊലോസ്യർ 2:6
വചനത്തിൽ ഉറച്ചു നിൽക്കുക, ക്രിസ്തുവിൽ വേരൂന്നുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചായരുത്. ആമേൻ. ക്രിസ്തു മതി, ക്രിസ്തു മതി. ഞാൻ ഒരു കുഞ്ഞിനെയാണ് ചോദിച്ചത്. കർത്താവ് എനിക്ക് 2 മക്കളെ തന്നു. ഒന്ന് മകൾ കർത്താവിൻ്റെ അടുക്കലുണ്ട്, ഒന്ന് മകൻ ഇപ്പോൾ എൻ്റെ അടുക്കലുണ്ട്. മക്കളില്ലാതെ എത്തിയിരിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്കായി ഇപ്പോൾ കരയാൻ പോകുന്നു. എക്സ്പെക്ട് എ മിറക്കിൾ നൗ. ഇരുന്ന സ്ഥലത്തിൽ തന്നെ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, വയറിൽ കൈ പതിച്ചു കൊള്ളുക. തീ കത്തുന്നു, തീ കത്തുന്നു. നിനക്ക് വിരോധമായി ചെയ്യപ്പെട്ട മന്ത്രവാദം, നിന്നെ തകർക്കുന്ന ദുഷ്ടപിശാചിന്റെ പദ്ധതികൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീ 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 യേശുവേ, വാ തുറന്ന് നിലവിളിക്കുക. യേശുവേ, വാ തുറന്ന് നിലവിളിക്കുക. യേശുവേ, ഈ കുഞ്ഞുങ്ങളെ തൊടണമേ. ഇവിടെ ഗർഭത്തിൽ ജീവൻ ഇറങ്ങട്ടെ. ഇപ്പോൾ 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 തീ തൊട്ടതിനായി നന്ദി. രണ്ടാമത് കടംഭാരം, ജപ്തി നോട്ടീസ്, ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹം, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, ജീവിതം ഒരു നരകമാണ്. കൈകൾ ഉയർത്തി നിലവിളിക്കുക. യേശുവേ, യേശുവേ. രഗ്ഗാല ദണ്ഡനദ ബലജബ രഗ്ഗാല ദണ്ഡനദബ ലഞ്ജനാശകാല ദണ്ഡനദ ബലജബരബ. ടി 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 ടി. കൈകൾ ഉയരട്ടെ, ഉയർത്തി കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എക്സ്പെക്ട് എ മിറക്കിൾ, എക്സ്പെക്ട് എ മിറക്കിൾ, എക്സ്പെക്ട് എ മിറക്കിൾ. ഇപ്പോൾ 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 എന്റെ സൂழ்நிலையும் அவர் அன்பினின்று என்னை பிரிக்காது காத்து கொள்வார். எந்த சூழ்நிலையும் அவர் அன்பினின்று என்னை பிரிக்காது காத்து கொள்வார். என்னை நம்பியவர் தந்த பொறுப்படனை அவர் வருவார் காத்து கொள்வேன். என்னை நம்பியவர் தந்த பொறுப்படனை அவர் வருவார் காத்து கொள்வேன். நன்றமே பரமா நன்றமே இடுமா பெரும் பாக்கியமே. நன்றமே பரமா நன்றமே இடுமா பெரும் பாக்கியமே. இந்த பாடலத்தில் சொந்தக்காரரவே எந்த உள்ளத்தில் சொந்தமானார். இந்த பாடலத்தில் சொந்தக்காரரவே எந்த உள்ளத்தில் சொந்தமானார். മൂന്നാമത് ആദ്യം ജ്ഞാനത്തിൻ്റെ കുറവ്, 2 വിശ്വാസത്തിൻ്റെ കുറവ്, 3 നീതിമാന്മാരുടെ കുറവ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നീതിമാനായ ദൈവം സ്വർഗമിട്ട് ഇറങ്ങി. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7 പ്രകാരം, ഐസയാ 41 8-ാം വചനത്തിൻ പ്രകാരം, യാക്കോബ് ലേഖനം 2-ാം അധ്യായം 23-ാം വചനത്തിൻ പ്രകാരം തൻ്റെ സ്നേഹിതൻ ആബ്രഹാമോട് മറ്റാരോടും പകർന്നു കൊള്ളുവാൻ ആഗ്രഹിക്കാത്ത ഒരു രഹസ്യം എൻ്റെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ആബ്രഹാം ഹൃദയം തകർന്ന് നിലവിളിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ പട്ടണത്തിൽ 50 പേർ ഉണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കുമോ?
45 പേർ ഉണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ? 40 പേർ ഉണ്ടെങ്കിൽ, നീതിമാൻ ഉണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ? Again and again, righteous man and God's friend Abraham interceded for the city. അങ്ങനെ കർത്താവിൻ്റെ കാല് പിടിച്ച് കെഞ്ചി ആബ്രഹാം കരഞ്ഞ് 30-20 ഈ പട്ടണത്തിൽ ദൈവമേ 10 നീതിമാർ ഉണ്ടെങ്കിൽ ദൈവം പട്ടണത്തെ നശിപ്പിക്കുമോ? No, my son. Abraham stopped intercession right then. പിന്നെ ചോദിച്ചില്ല. ആബ്രഹാം പിന്നെ പ്രാർത്ഥിച്ചില്ല. 10 പേർ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം പട്ടണത്തെ നശിപ്പിക്കുകയില്ല. എൻ്റെ സഹോദരൻ ലോത്ത്, ഭാര്യ, 2 പെൺകുട്ടികൾ, 2 മരുമക്കൾ, 6 പേർ ഇത്ര വർഷം ഇവിടെ ജീവിച്ചിരുന്നു എങ്കിൽ ഒരുത്തൻ ഒരാളിനോടെങ്കിലും സുവിശേഷം അറിയിച്ചിരിക്കും. കുറഞ്ഞത് 12 നീതിമാന്മാരെങ്കിലും ഈ പട്ടണത്തിൽ ഉണ്ടായിരിക്കും. എൻ്റെ ദൈവം ആകയാൽ ഈ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് ആബ്രഹാം ഉറച്ച് വിശ്വസിച്ചത് കൊണ്ട് 10 താഴെ ആബ്രഹാം വന്നില്ല. പക്ഷെ 10 അവിടെ ഇല്ലായിരുന്നു. ദൈവം നശിപ്പിച്ച്. നീതിമാന്മാരുടെ കുറവ്, നമ്മുടെ പട്ടണത്തിൽ നീതിമാന്മാരുടെ കുറവ്, ജ്ഞാനത്തിൻ്റെ കുറവ്, വിശ്വാസത്തിൻ്റെ കുറവ്, നമ്മെ ചുറ്റും നീതിമാന്മാരുടെ കുറവ് എങ്ങനെ കുറയാതിരിക്കും? സെൻസസിന് ആള് വന്നാൽ റേഷൻ കാർഡാണെങ്കിൽ 5 വയസ്സ് കയറ്റി പറയും. 5 വയസ്സ് കയറ്റും. ട്രാൻസ്പോർട്ട് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ പോയാൽ അതേ കുഞ്ഞിൻ്റെ 5 വയസ്സ് കീഴോട്ട് കുറയ്ക്കും. ഇപ്പം എങ്ങനെ നീതിമാൻ കുറയാതിരിക്കും? നിനക്ക് എന്ത് വേണം? ഇന്നത്തെ പള്ളിക്കാരൻ പറയും 10 പക്ക അരി വേണം തിന്നാൻ. ദൈവ ഭയം കുറഞ്ഞു പോകുന്നു. നീതിമാന്മാർ കുറഞ്ഞു പോകുന്നു. സോളമൻ പറയുന്ന I want an understanding heart to interpret between good and evil. Sudden reply. നാളെ ചോദിച്ചു പറയാം, അങ്കിളിനോട് ചോദിച്ചു പറയാം, ടീച്ചറോട് ചോദിച്ചു പറയാം എന്ന് ദൈവത്തോട് സോളമൻ പറഞ്ഞില്ല. വാട്ട് ഡു യു വാണ്ട്? കർത്താവ് ദർശനത്തിൽ ചോദിച്ചപ്പോൾ ഉടനെ ടക്കെന്ന് സോളമൻ പറയും, എനിക്ക് ജ്ഞാനം വേണം. എങ്ങനെ പഠിച്ച്? അപ്പൻ നൽകിയ ശീലം. ദാവീദ് രാജാ തന്റെ മകനെ മടിയിൽ വെച്ച് തലയിൽ വരടി പറഞ്ഞുകൊടും, മകനെ ജ്ഞാനം സമ്പാദിക്ക. ആ ശീലം ഇന്ന് ചില വീടുകളിൽ മക്കൾ അപ്പനാണ്, അപ്പൻ മക്കൾ. കൊണ്ടുവന്ന് ഇരുത്തണമിടോ, അതാണ് അപ്പൻ. പിന്നെ എന്തിന് നീ അപ്പനെന്ന് നടക്കുന്ന മൂട കൊണ്ട് ഇരുത്തണം. നീ ചെത്താലും അവൻ ജീവിക്കും. ഹല്ലേലൂയ. മക്കളെ ശീലിപ്പിക്കുക. നീതിമാൻ കുറഞ്ഞു പോവുകയില്ല. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നീതിമാന്റെ കുറവ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ധനവാൻ ലാസർ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബാലൻസ്ഡ് ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ്. ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാകണമെങ്കിൽ 1 യോബ് 37:17 പ്രകാരം അനാഥന് അംശം. 1 രാജാക്കന്മാർ 17:13 ആണ്ടവനുക്ക് ആദ്യം. മനസ്സിലായോ? മനസ്സിലായവർ കരമുയർത്തുക. അനാഥന് അംശം. നിന്റെ വരുമാനത്തിൽ ദൈവത്തിന് ആദ്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം ബാലൻസ്ഡ് ജീവിതം. അല്ലെങ്കിൽ ഇത് രണ്ടും മാറും. നിന്റെ വയറ് മുമ്പിൽ നിൽക്കും. നിന്റെ ദൈവം വയർ. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് തീരുമാനം എടുക്കാൻ. അനാഥന് അംശം കൊടുക്കും, ദൈവത്തിന് ആദ്യം കൊടുക്കും എങ്കിൽ 2013 നിറവിൻ്റെ വർഷമായി ദൈവം തീർക്കും.
தனவான் மரிச்சவுடன் நரகத்தில் போய், லாசர் மரிச்சவுடன் தெய்வதூதன் பழைய நியம பச்சாத்தலத்தில் சொர்க்கம் ஆபிரகாம் என்ற மடியில் கொண்டு போய். കാരണം ധനവാന്റെ ജീവിതത്തിൽ ഇത് ഇല്ല. അവൻ ദിവസം പ്രതം വയറിന് ദൈവമായി കരുതി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദിവസം പ്രതി സുഖിച്ച് അവൻ ജീവിച്ച് എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സുവിശേഷം ഇല്ല? കൈകൾ ഉയർത്തുക, ദൈവത്തെ സ്തുതിക്കുക. എല്ലാം ഉണ്ട്. ലൂക്കോസ് 16:29 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സുവിശേഷത്തിനോട് എതിർ പറയുന്ന ഒരു അപ്പന്റെ 6 മക്കളിൽ ഒരുത്തനാണ് ഇവൻ. അപ്പൊ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് വയറാണ്. അപ്പൊ നീതി കൂടത്തില്ല, നീതി കുറയും. സുവിശേഷത്തിനോ പറഞ്ഞാൽ നീതിമാന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആമേൻ, ആമേൻ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശു നാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. അവസാനം 1 കൊരിന്ത്യർ 1:7 ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൃപാവരത്തിൽ കുറവ്, വിശ്വാസത്തിൽ കുറവ് നിറവാക്കുന്നവൻ, ജ്ഞാനത്തിൽ കുറവ് നിറവാക്കുന്നവൻ, നീതിമാന്മാരുടെ കുറവ് നിറവാക്കുന്നവൻ, അവസാനം കൃപാവരത്തിൽ കുറവ് നിറവാക്കുന്നവൻ. ഈ പട്ടണത്തിൽ ഇഷ്ടംപോലെ പള്ളികളുണ്ട്, ഇഷ്ടംപോലെ കുരിശടികളുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഇഷ്ടംപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഇഷ്ടംപോലെ പുണ്യവാളന്മാരുണ്ട്, കുരിശടികളുണ്ട്, നേർച്ച കാഴ്ചകളുണ്ട്, മതം, സമ്പ്രദായം, ചടങ്ങുകളുണ്ട്. ഇഷ്ടംപോലെ സ്റ്റാറുണ്ട്, പുൽക്കുടിലുണ്ട്, ഇഷ്ടംപോലെ കരോളുണ്ട്, ആഘോഷമുണ്ട്, ഇഷ്ടംപോലെ എല്ലാമുണ്ട്. പക്ഷെ കൃപാവരത്തിൽ കുറവുണ്ട്. ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ലാക്ക് ഇൻ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. കൃപാവരത്തിൽ കുറവുണ്ട്. ദൈവാത്മാവ് ദുഃഖിക്കുന്നു. പരിശുദ്ധ ആത്മാവിന്റെ നിറവില്ലാത്ത ഡീക്കൻ നിറഞ്ഞ പള്ളി നാറും. ദൈവാത്മാവിന്റെ നിറവില്ലാത്ത മെത്ര നയിക്കുന്ന പള്ളികൾ നാറും. ദൈവാത്മാവിന്റെ നിറവില്ലാത്ത വിശ്വാസികൾ വെറും ചടങ്ങ്, വെറും സമ്പ്രദായം, വെറും ആഘോഷം നിറഞ്ഞ് വെറും വെറും നാമധേയ ക്രിസ്ത്യാനികളുള്ള പള്ളി മണക്കുകയില്ല, നാറും. Your church will decay without Holy Spirit. കൃപാവരത്തിൽ നിറയുക. ഞാൻ ഇന്ന് ദൈവവേല ചെയ്യുന്ന നീ, you may be a bishop, you may be a reverend, you may be a church worker, you may be independent evangelist. ഞാൻ നിങ്ങൾക്കായി കരയും. ആത്മനിറവ് പ്രാപിക്കുവാൻ, ആത്മനിറവ് പ്രാപിക്കുവാൻ. Without fullness of Holy Spirit, our church is a club, not a church. It is a club. That's all. ആത്മാവിന്റെ നിറവ് പ്രാപിക്കുക. കൃപാവരങ്ങളിൽ ദൈവജനമേ നിറവ് പ്രാപിക്കുക. മർക്കോസ് 1:15 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ യോഹന്നാൻ 7:37 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ നമ്മിൽ നിന്ന് ഒഴുകും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. മാനസാന്തരപ്പെട്ട് ഒരുത്തൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ ഒഴുകുന്നത്
നിറഞ്ഞാലേ ഒഴുകാൻ പറ്റത്തുള്ളൂ, അല്ല മുത്തിര പതിച്ചിട്ട് ഒഴുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇത് നിറയണം. ദൈവാത്മാവ് ദൈവ പൈതലേ നിന്റെ ഉള്ളിൽ നിറയണം, എങ്കിൽ അത് ഒഴുകും. ആമേൻ. ദൈവാത്മാവ് നിന്നിൽ ഒഴുകാതിരുന്നാൽ നീ വച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പേര് അല്പവിശ്വാസം. അല്പവിശ്വാസം വിട്ട് പൂർണ്ണ വിശ്വാസമുള്ളവനായി മാറുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് ഫലങ്ങളോട് കൃപാവരങ്ങളോട് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആകയാൽ 1 കൊരിന്ത്യർ 12:1 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. ആമേൻ. ബി നോട്ട് ഇഗ്നോറന്റ് ഓൺ യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ്. ആത്മീയ വരങ്ങളെ കുറിച്ച് നീ അറിയാതിരിക്കരുത്. അവിശ്വാസിയോ വിശ്വാസിയോ, കള്ളുകുടിയനോ നീതിമാനോ, ദുഷ്ടനോ നല്ലവനോ, എല്ലാവനും എൻ്റെ ദൈവം കഴിവ് അല്ലെങ്കിൽ താലന്ത് നൽകിയിട്ടുണ്ട്. കഴിവും താലന്തുമല്ല കൃപാവരം. 1 കൊരിന്ത്യർ 12:8 കൃപാവരം ആത്മാവാൽ ലഭിക്കുന്നതാണ്, പരിശുദ്ധാത്മാവാൽ ലഭിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 12:8-10 വചനങ്ങളിൽ 9 കൃപാവരങ്ങൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 14:1 എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങൾ ഏത് പള്ളിക്ക് പോകുന്ന ആളോ കൃപാവരങ്ങളെ വാഞ്ചിക്കുക, പരിഹസിക്കരുത്. പണ്ട് ഒരു കോടീശ്വരൻ്റെ ഭാര്യയും മോളും ഇവിടെ കൂട്ടായ്മയിൽ കടന്നു വന്ന്, ആ കുട്ടിക്ക് കല്യാണം നടക്കത്തില്ല. ആരാധനയിൽ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കി, ആരാണ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അമ്മയോട് കുട്ടി പറഞ്ഞു, ഇതെന്താ തീ തീ എന്ന് അയാൾ നിലവിളിക്കുന്നു. അമ്മ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട, നമ്മുടെ പാസ്റ്റർ ഇതൊന്നും പറയുന്നില്ലല്ലോ. സോ പീസ്ഫുൾ വർഷിപ്പ് ഇൻ അവർ ചർച്ച്, നമുക്ക് ഇവിടെ ഒന്നും വരേണ്ട, ജനങ്ങളൊക്കെ ഇങ്ങനെ കുത്തി മറിഞ്ഞ് കൈയടിക്കുന്നു, ഇനി ഇങ്ങോട്ട് വരേണ്ട. ഞാൻ പ്രാർത്ഥിച്ചാണ് അയച്ചത്, കല്യാണം നടത്തി കൊടുക്കണമേ. കല്യാണം നടന്ന് ഒരു നാൾ സന്തോഷത്തോട് കുട്ടി ജീവിച്ചു. ഒരേ ഒരു നാൾ. പിറ്റേനാൾ അതിരാവിലെ ചെറുക്കൻ വണ്ടി പിടിച്ച് അപ്പൻ്റെ അടുക്കൽ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, എനിക്കിവിടെ ആവശ്യമില്ല, എല്ലാം തീർന്ന്. വചനം നമ്മ പഠിപ്പിക്കുന്ന കൃപാവരങ്ങളെ പരിഹസിച്ചുകൂടാ, പരിശുദ്ധാത്മാവിനെ പരിഹസിച്ചുകൂടാ. ഒരു ഡിസംബർ മാസത്തിൽ ഇവിടെ ആരാധനയിൽ കർത്താവിൻ്റെ അഭിഷേകത്തിൽ ഇറങ്ങി ഈ റൂട്ടിൽ കൂടി പോയ ഒരു കരോൾ ഗ്രൂപ്പ്, റവറൻഡും ഡീക്കന്മാരും ഇവിടെ നിന്ന് ആ റോഡ് വരെ പരിഹസിച്ചു കൊണ്ടേ പോയി. റവറൻഡാണ് ആ പരിഹാസത്തെ ലീഡ് ചെയ്തത്. ഇതെന്താണ് തീ? ഞാൻ സുവിശേഷത്തിൽ പഠിക്കാത്ത തീ. ആ വർഷം അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തുണിയോട് പള്ളി വിടേണ്ടി വന്നു. തുണിയോട്. ഇറ്റ് ഹാപ്പൻ ഇൻ ദിസ് സിറ്റി. ഇതേ പട്ടണത്തിൽ സംഭവിച്ചതാണ്. ആ കുട്ടി എല്ലാം തകർന്ന്, ഒറ്റ രാത്രി അവളുടെ ജീവിതം തകർന്ന്, എല്ലാം ഒഴിഞ്ഞവളായി പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതൻ, ദൈവഭയമുള്ള പുരോഹിതൻ, ബൈബിൾ എടുത്ത് വായിച്ച് അന്നത്തെ വചനം 1 രാജാക്കന്മാർ 18:37-38 ഉത്തരം അരുളണമേ. അപ്പോൾ യഹോവ തീ ഇറക്കി ഉത്തരം അരുളി. അപ്പോഴാണ് കുട്ടിയുടെ ഉള്ളിൽ ബോധം വന്നത്, അപ്പൊ ഇത് ബൈബിൾ ഉള്ളത് തന്നെ. ക്ഷമ ചോദിച്ചപ്പോൾ കാലം കടന്നുപോയി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, യാചിക്കുക, വാഞ്ചിക്കുക. എലീശ വാഞ്ചിച്ച് ജോർദാന്റെ കരയിൽ നിന്ന് നിലവിളിച്ച് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 14-ാം വചനത്തില്, ഏലിയാവിന്റെ ദൈവം എവിടെ?
ഏലിയാവിന്റെ ദൈവം എവിടെ? സ്വർഗം തുറന്ന് എലിജ പ്രവാചകനിൽ ഉണ്ടായിരുന്നതേക്കാൾ ഇരട്ടിയായ അഭിഷേക തീ വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. എലിശാവിൽ നിറഞ്ഞ് തൻ്റെ യജമാനൻ എലിജ ചെയ്തതേക്കാൾ അതിശക്തിയോട് അവൻ ദൈവവേല ചെയ്ത്. ആകയാൽ പ്രിയമുള്ളവരെ, വരണ്ട നിലത്തിൽ പകരുന്ന ദൈവമാണ്. ദൈവസന്നിധിയിൽ യാചിക്കുക, യാചിക്കുന്നവന് ലഭിക്കും. ആസ്ക് ആസ്ക്, വെരി സിമ്പിൾ. ലൂക്കോസ് 11:13 ദൈവസന്നിധിയിൽ യാചിക്കുക, വാഞ്ചിച്ച് യാചിക്കുക. കർത്താവ് നിങ്ങൾ എല്ലാവരിലും അഭിഷേകത്തിയാൽ ഇന്ന് നിറയ്ക്കാൻ പോകുന്നു. എത്ര പേർക്ക് വേണം അഭിഷേകത്തിൻ്റെ നിറവ്? ഞാൻ കരയും, നിങ്ങൾക്കായി ഞാൻ കരയും. ഞാൻ 7 വർഷം കരഞ്ഞ് അഭിഷേകത്തിൻ്റെ നിറവിനായി. അച്ചാരം വേറ്, മുത്തിര വേറ്, അഭിഷേക നിറവ് വേറ്. നാസാന്മാർ നടക്കുന്നത് അച്ചാരമാണ്. എഫേസ്യർ 1:4 ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ദൈവം അച്ചാരം നൽകുന്നു. അച്ചാരത്തിൻ്റെ അർത്ഥം ബിസിനസ് ഉറപ്പിക്കുമ്പോൾ അല്പം പ്രാമിസ് നൽകിയിട്ട് പിന്നീട് തരാം. അതാണ് ആദ്യ ദാനം, അച്ചാരം. പിന്നീട് കിട്ടും ആത്മാവിൻ്റെ നിറവ്. അതിനാരും വാഞ്ചിക്കാറില്ല. ഇന്ന് നാം നിലവിളിക്കും, അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കും. അന്യഭാഷ അടയാളത്തോടു കൂടെ ലണ്ടൻ തുറമുഖത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു ഷിപ്പ്, കപ്പൽ വന്ന് അണഞ്ഞു. അതിലുള്ള യാത്രികരൊക്കെയും നിലവിളിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. തുറമുഖ കരയിൽ നോക്കി നിന്നവർ ബോട്ടുമായി ചെന്ന് അവരെ രക്ഷിച്ച് അവസാനം തുറമുഖ കരയിൽ നിന്ന് റൂത്ത് തൻ്റെ മകൻ ജോൺ തൻ്റെ അമ്മ റൂത്തിനോട് പറയും, അമ്മേ, ഒരുത്തൻ കൂടെ രക്ഷിക്കപ്പെടുവാൻ ഉണ്ട്. കപ്പലിൻ്റെ പാമരത്തിൽ കെട്ടി നിലവിളിക്കുന്ന ഒരുത്തനെ ഞാൻ കാണുന്നു. Shall I go and rescue him? മമ്മി, shall I go and rescue him? അമ്മേ, ഞാൻ പോയി അവനെ രക്ഷിക്കട്ടോ? തൻ്റെ മകൻ ജോണിനെ കെട്ടിപ്പിടിച്ച് അമ്മ റൂത്ത് കരഞ്ഞിട്ട് പറഞ്ഞ്, മകൻ പോകരുത്, എൻ്റെ മകൻ പോകരുത്. 3 ആണ്ടുകൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ ഞാൻ വിധവയായി, നിന്റെ അപ്പൻ നഷ്ടമായി. 1 വർഷത്തിനു മുമ്പ് നിന്റെ അനുജൻ വില്യം നമ്മുടെ വീട് വിട്ട് പുറപ്പെട്ട് അവനെ ഇന്നും കണ്ടില്ല. എനിക്കുള്ളത് നീ മാത്രമാണ്. ജോണേ, നീ പോകരുത് മകനെ. ഇല്ല മമ്മി, ദൈവം എൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നു, ഞാൻ അവനെ പോയി രക്ഷിക്കണം. അമ്മയുടെ കൈയും തട്ടിക്കൊണ്ട് മകൻ ജോൺ ചെന്ന് കപ്പലിൻ്റെ പാമരത്തിൽ തൊങ്ങിക്കിടക്കുന്ന യുവാവിനെ അവൻ രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ടിട്ട് നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. 1 ആണ്ടിനു മുമ്പ് തൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയ സ്വന്തം അനുജൻ വില്യം, മൈ ഓൺ ബ്രദർ വില്യം, അവിടെ നിന്നവൻ നിലവിളിച്ച്, മമ്മി, നിങ്ങളുടെ ഇളയ മകൻ വില്യമിനെയാണ് ഞാൻ രക്ഷിച്ചത്. മരിച്ചുപോയെന്ന് വിചാരിച്ച് തൻ്റെ മകൻ മുമ്പിൽ ജീവനോട് വന്ന് നിൽക്കുന്നു വില്യം. വെളിപ്പാട് പുസ്തകം 1:18 കർത്താവ് ഗർജിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നു. I was dead, but I live evermore. നമുക്ക് വേണ്ടി മരിച്ചവനെ ജീവനോട് സിംഹാസനത്തിൽ ഇരിക്കുന്നത് നാം കാണും. ആ സന്തോഷം ഭയങ്കര സന്തോഷമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ മന്ത്രി കാണും, MP-യോ MLA-യോ കാണും, 12 ആൺകുട്ടികളുടെ അപ്പൻ കാണും. ഈ ക്രിസ്തുവിനെ കണ്ടെത്താതെ മരിച്ചാൽ നിന്റെ ജീവിതം വട്ടപൂജ്യമാണ്. നമുക്ക് എഴുന്നേൽക്കാം, കരമുയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. അങ്ങും ഇങ്ങ് നോക്കരുത്. കറക്റ്റ് 9 മണിക്ക് കൂട്ടം അവസാനിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഭദ്രമായി വീട്ടിൽ കൊണ്ടെത്തിക്കും. അങ്ങും ഇങ്ങും അലസതയോട് നിൽക്കരുത്. കണ്ണുകൾ അടയട്ടെ, ഹൃദയം തുറക്കാം. ഇടയിൽ നിന്ന് ആരും ചാടിപ്പോകരുത്. അത് നിങ്ങൾക്ക് ഈ ആണ്ടിന് നല്ല അനുഭവമായി ഇരിക്കുകയില്ല.
ദൈവം നിങ്ങളുടെ ജീവിതം സുഭിക്ഷമാക്കി തരും. വാ തുറക്കാം, ഹൃദയം തുറക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കരങ്ങൾ തട്ടുക. നന്ദി, 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 നന്ദി. Jesus Christ is here. My master is here. My master is here. എൻ്റെ യജമാനൻ ഇവിടെ ഉണ്ട്. എൻ്റെ യജമാനൻ ഇവിടെ ഉണ്ട്. എൻ്റെ രാജാതിരാജ ഇവിടെ ഉണ്ട്. വാ തുറക്കാം പ്രിയമുള്ളവരെ, വാ തുറക്കാം പ്രിയമുള്ളവരെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ. 2013 ദൈവജനത്തിന്റെ നിറവിന്റെ വർഷമാണ്. A year of glory, a year of fullness for godly generation. ദൈവജനത്തിന്റെ നിറവിന്റെ വർഷമാണ്. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. അലസതയോട് ആര് നിൽക്കരുത്. വിശ്വാസത്തിന്റെ കുറവ് നിറവാക്കുന്നവൻ, ജ്ഞാനത്തിന്റെ കുറവ് നിറവാക്കുന്നവൻ, നീതിമാന്റെ കുറവ് നിറവാക്കുന്നവൻ, കൃപാവരങ്ങളുടെ കുറവ് നിറവാക്കുന്നവൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി, നന്ദി, നന്ദി. കൈകൾ ഉയരട്ടെ, ഉയർത്തിയ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക, രാജാവിനെ സ്തുതിക്കുക. എല്ലാവരും ടീ 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 ടീ. കൈകൾ ഉയർത്തി കരങ്ങൾ തട്ടി. അപ്പാ എൻ്റെ ഉള്ളിൽ വരണമേ യേശുവേ, എൻ്റെ ഉള്ളിൽ വരണമേ യേശുവേ, എൻ്റെ ഉള്ളിൽ വരണമേ. വാട്ടറക്കാം. That is the greatest miracle ever. Jesus Christ is entering into the deep heart of a man or woman. വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ. യേശുവേ പോരാ. കൈകൾ ഉയർത്തി കരങ്ങളെ തട്ടി. യേശുവേ, യേശുവേ, യേശുവേ. വാ തുറന്ന് വിളിക്കുക, വാ തുറന്ന് വിളിക്കുക. വാ അടച്ച് നിൽക്കരുത് നീ. യേശുവേ. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. ഉയർത്തിയ കരങ്ങൾ തട്ടി. യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടും. യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആകയാൽ ഉള്ളു തകർന്ന് ദൈവമൈഡലെ വിളിക്കുക. യേശുവേ. വാട്ടറക്ക, 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 വാട്ടറക്ക. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. കടംഭാരം കൊണ്ട്, വിവാഹ തടസ്സം കൊണ്ട്, പറഞ്ഞത് അനുസരിക്കാത്ത മക്കൾ, ഭർത്താവ്, ഭാര്യ കൊണ്ട്, വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ കഴിയാത്തത് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, വിശ്വാസ ജീവിതത്തിൽ ഞെരുക്കപ്പെടുന്നത് കൊണ്ട്, അപ്പാ സഹായിക്കണമേ എന്ന് വീർപ്പ് മൂട്ടി നിലവിളിക്കുന്ന എന്റെ സഹോദരങ്ങളെ ദൈവമേ, കൈ കൊടുത്ത് താങ്ങണമേ. ഹെൽപ്പ് ഇടം, ഹെൽപ്പ് ഇടം, ഹെൽപ്പ് ഇടം. സഹായിക്കണ രാജാ യേശപ്പ, സഹായിക്കണം അപ്പാ. വാട്ടറക്ക, 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 വാട്ടറക്ക. ടീ കട്ടുന്നു, ടീ കട്ടുന്നു, ടീ കട്ടുന്നടാ,
തീ കത്തുന്നടാ, സ്വർഗ്ഗത്തിലെ തീ കത്തുന്നടാ, സ്വർഗ്ഗത്തിലെ തീ കത്തുന്നടാ. തീ 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 തീ. ദൈവ മക്കൾക്ക് വിരോധമായി വിരൽ ചുണ്ടുന്ന കരങ്ങൾ മുറിയുന്നത് ഞാൻ കാണുന്നു. സഭയ്ക്ക് വിരോധമായി, ദൈവ വേലക്കാരന് വിരോധമായി, പരിശുദ്ധ അഭിഷക്തന് വിരോധമായി കൈ ചൂണ്ടുന്ന വിരലുകൾ, കരങ്ങൾ യേശുവിൻ കരത്താൽ മുറിയുന്നത് ഞാൻ കാണുന്നു. ദൈവ മക്കളുടെ പാർപ്പിടച്ച ചുറ്റും തീ മതിൽ ഇറങ്ങുന്നു, തീ മതിൽ ഇറങ്ങുന്നു, തീ മതിൽ ഇറങ്ങുന്നു, തീ മതിൽ ഇറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ പോക്കുവരവിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തീ മതിൽ ഇറങ്ങുന്നു. ആമേൻ. അടിക്കടി അപകടം സംഭവിക്കുന്ന 6 വ്യക്തികളിൽ നിങ്ങൾക്ക് വിരോധമായി ചെയ്യപ്പെട്ട മാന്ത്രിക കയറുകൾ അറുത്തുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ പോക്ക് വരവിൽ കർത്താവിന്റെ കാരുണ്യം ഉണ്ട്, ഉണ്ട്. തീ 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 തീ. ഓപ്പറേഷൻ നിശ്ചയിക്കപ്പെട്ട് വിടുതലിനായി ഏങ്കി നിലവിളിക്കുന്ന അനേക ഉള്ളങ്ങൾ. ഓപ്പറേഷൻ കൂടി മാത്രമേ വിടുതൽ ഉള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്യപ്പെട്ട് മരണത്തോട് നരങ്ങുന്ന ഉള്ളങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുന്ന കർത്താവിന്റെ കരം ഇപ്പോൾ ഇറങ്ങുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു, വിടുതൽ കൽപ്പിക്കുന്നു, വിടുതൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ കാരിയായി നിൽക്കുന്ന സഹോദരിമാർ, ഇപ്പോൾ വയറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട ചില സഹോദരിമാർ, ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ട് നിങ്ങൾക്ക് എതിരാണ്. ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്ന ചില സഹോദരിമാരുടെ ജീവിതത്തിൽ ഡോക്ടർമാർ നൽകിയ റിസൾട്ട് നിങ്ങൾക്ക് എതിരാണ്. കർത്താവിന്റെ അമിത കൃപ ദൈവജനത്തിന്റെ ജീവിതത്തിന്മേൽ ഇപ്പോൾ ഇറങ്ങുന്നു. റിപ്പോർട്ടുകളെ തലകീഴായി മാറ്റിമറിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ പ്രാപ്തിയുള്ള സന്താനത്തെ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ഗർഭത്തിൽ ദൈവവേലക്കാരനായ ഞാൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വഹിച്ച് അനുഗ്രഹിക്കുന്നു. You are blessed. You are blessed. You are blessed. T T T T T. അഭിഷേക നിറവ് പ്രാപിക്കുക, അഭിഷേക നിറവ് പ്രാപിക്കുക. നിന്നെ ടാർജറ്റാക്കി വച്ചിരിക്കുന്ന ദുഷ്ടന്റെ കൈകൾ മുറിയട്ടെ, മാന്ത്രിക കൈകൾ മുറിയട്ടെ, ശത്രുവിന്റെ തല തകരട്ടെ. ടീ 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 ടീ. അഭിഷേക തീ ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക. എല്ലാവരും എല്ലാവരും എൻ രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. എൻ രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. നിന്നെ കാണുമ്പോ നിന്നെ കാണുമ്പോ എൻ ദുഃഖം തീർന്നു പോ. ഓ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഓ തൻ കൃപയെ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ. രക്ഷിതാ കൈ ഉയർത്തി കൈകളെ തട്ടി
വാഴും ഞാൻ രക്ഷിതാവ് കൂടെ എപ്പോഴും. കൈകൾ ഉയർത്തി കൈകൾ തട്ടി എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവ് കൂടെ എപ്പോഴും. തൻ കൃപയെ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയെ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമാട് താഴെത്ര ആനന്ദോ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമാട് താഴെത്ര ആനന്ദോ. എന്റെ പ്രിയനെ ആമേൻ 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 ആമേൻ. അഭിഷേകത്തിൽ നിറയുക അഭിഷേകത്തിൽ നിറയുക അഗ്നിയിൽ നിറയുക 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 അഭിഷേക അഭിഷേക ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക. It's for you. It's for you. It's for you. ആമേൻ. ദൈവാത്മാവിന്റെ നിറവ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ്. ആത്മാവിൽ നിറയുക. വാ തുറക്കുക വാ തുറക്കുക വാ തുറക്കുക വാ തുറക്കുക. റക്കാല ദന ദന ദബ ലജ്ജന ശക ലന്ധന ദബ റക്കാല ദന്ധന ദബ ടി 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 ആത്മാവിൽ നിറയുക. ആമേൻ 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 അവൻ വന്നിട്ടുണ്ട് അവൻ വന്നിട്ടുണ്ട് അവൻ വന്നിട്ടുണ്ട്. രാജാതി രാജ രാജാതി രാജ രാജാതി രാജ. നിന്റെ ഉള്ളിൽ ആത്മാവായി തീയായി അഭിഷേക നിറവായി നിന്റെ ഉള്ളിൽ എല്ലാവരിലും 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 ആത്മാവിൽ നിറയുക അഗ്നിയിൽ നിറയുക. തീ 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 തീ. 1-2 പേരിലല്ല 10-100 പേരിലല്ല എല്ലാവരിലും 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 എല്ലാവരിലും. ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി 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 നന്ദി. കൃപ കൃപ കൃപ. ദൈവത്തിന്റെ അഗ്നി നിങ്ങളെ ചുറ്റും തീ മതിലായി തീ മതിലായി തീ മതിലായി തീ മതിലായി തീ മതിലായി തീ മതിലായി. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുക. കർത്താവ് ഇവിടെ ഉണ്ട് അനുഗ്രഹത്തിന്റെ കരവുമായി ഉണ്ട്. യാചിക്കുക. Ask him ask him ask him. യാചിക്കുക യാചിക്കുക. 2013 നിന്റെ ആഗ്രഹം ദൈവ പൈതലെ യാചിക്കുക യാചിക്കുക. ആമേൻ 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 ആമേൻ. പല ഭരണകൂടങ്ങൾ ദൈവ ഭയമില്ലാത്ത വ്യക്തികളാൽ നയിക്കപ്പെടുന്ന പല ഭരണകൂടങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ ഈ ആണ്ടിൽ മുട്ടുകുത്തുന്നത് ഞാൻ കാണുന്നു. പല ഭരണകൂടങ്ങൾ ഭയമില്ലാത്തവൻ നയിക്കുന്ന പല ഭരണകൂടങ്ങൾ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും മനുഷ്യരുടെ മുമ്പിൽ അടിപതറി വീഴുന്നത് ഞാൻ കാണുന്നു. ആമേൻ 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 ആമേൻ. ദൈവ പൈതലെ ചുറ്റും തീ മതിൽ ഇറങ്ങുന്നു തീ മതിൽ ഇറങ്ങുന്നു തീ മതിൽ ഇറങ്ങുന്നു തീ മതിൽ ഇറങ്ങുന്നു. ആമേൻ. നിലനടുക്കം എവിടെയോ അല്ല എവിടെയോ അല്ല അടുത്തു വന്നു കഴിഞ്ഞു. നിലനടുക്കം എവിടെയോ അല്ല അടുത്തു വന്നു കഴിഞ്ഞു അടുത്തു വന്നു കഴിഞ്ഞ്. നീതിയിൽ ജീവിക്കുന്നവന് കോട്ട കെട്ടി കാത്തുകൊള്ളുവാൻ ദൈവത്തിന്റെ കരം ഇറങ്ങിക്കഴിഞ്ഞ്. നിലനടുക്കം എവിടെയോ അല്ല അടുത്തു വന്നു കഴിഞ്ഞ്
മനുഷ്യന് തിന്നുന്ന ദുഷ്ടത നിറഞ്ഞ ആണ്ടാണ് ഈ ആണ്ട്. ക്രിമിനൽ കൂടാരം ഉയരുന്ന ആണ്ടാണ് ഈ ആണ്ട്. മനുഷ്യനെ തിന്നുന്ന ആണ്ടാണ് ഈ ആണ്ട്. ക്രിമിനൽ കൂടാരം അതിൽപോലെ ഉയരുന്ന ആണ്ടാണ് ഈ ആണ്ട്. ഈ ആണ്ടിൽ കർത്താവ് തന്റെ ജനത്തെ മതിൽ കെട്ടി കാത്തുകൊള്ളുവാൻ കൃപയുടെ കരം ഇതാ ഇറക്കി കഴിഞ്ഞ് അഗ്നി 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 കൊടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. കൊടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. കൊടിയോടു ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൊടിയോടു ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങ് തീർക്കണേ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ വിട്ടുവന്ന ഭവനം, വിട്ടുവന്ന ഇവരുടെ സ്വത്തും വസ്തുവും ദൈവം കോട്ടക്കെട്ടി കാത്തുകൊള്ളണമേ. ഇവിടെ പോക്കൽ വീട് എത്തുന്നത് വരെ തൻ്റെ ദൂതന്മാരെ ഇറക്കി കൊണ്ടുപോയി ചേർക്കണമേ. വാഹനങ്ങൾ ഒരുക്കി കൊടുക്കണമേ. ഈ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലൂടെ തലമുറയിൽ ഒരാൾ പോലും നഷ്ടമാകരുതേ. എല്ലാവരെയും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.